ഇന്ന് അരുണയോട് ഒരുപാട് നേരം സംസാരിക്കണം. അവളെ എൻ്റെ വരുതിയിൽ കൊണ്ടുവരണം. അവന് അരുവില്ലാതെ ഭ്രാന്ത് വരണം വരുതിക്ക് ഞാൻ. കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ അവളുടെ ആകാരവടിവ് മനസ്സിലേക്ക് വന്നതും എഡിൻ്റെ ചുണ്ടിൽ ഗൂഢമായ ചിരി നിറഞ്ഞു. സുന്ദരി, നിന്നെ ഞാൻ സ്വന്തമാക്കും. ചാടിത്തുള്ളി സ്റ്റെപ്പുകൾ ഓടിക്കയറുമ്പോൾ സിറ്റൗട്ടിലിരിക്കുന്ന വല്യമ്മച്ചിയെ അവൻ ശ്രദ്ധിച്ചതേയില്ല. ഇന്ന് രാവിലെ കിട്ടിയ ഏറ് അവന് തികഞ്ഞില്ല. ചെന്ന് നിന്നുകൊട്, അവള് നിന്നെ ഉപ്പ് തേച്ച് വെയിലത്ത് ഉണക്കാനിടും. ത്രേസ്യാമ്മ ആലോചനയോടെ ചാരി കസേരയിൽ ചാഞ്ഞു കിടന്നു. അരുണ, അവൾ ആരാ? ഞാൻ കണ്ടതാ അവനെ എറിയുന്നത്. ഉന്നം ഇത്രയും കൃത്യമാകണമെങ്കിൽ ആള് ചില്ലറക്കാരിയല്ല. എന്തായാലും ഡോക്ടറല്ല. ആ നടപ്പും ഭാവവും ഒരു പോലീസുകാരിയുടേതാ. എന്തായിരിക്കും ഉദ്ദേശം? നോക്കാം. എന്തായാലും എൻ്റെ നിഷ കൊച്ചിനെ വലിയ ഇഷ്ടമാണ്, അത് മതി. ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റൂം ഒന്നാകെ ചുറ്റി നടക്കുന്നവനെ കണ്ട് അരുണയുടെ മുഖം ഇരുണ്ടു. ഒരു മാനേഴ്സ് ഇല്ലാത്തവൻ കയറി വന്നേക്കുവാ, അതും എൻ്റെ റൂമിൽ. ഇന്ന് നിന്റെ നടത്ത അവസാനിക്കും. ഒരു ബെഡ് ബുക്കിംഗ് ആണ് മോനെ. ഇനി കിടന്ന കിടപ്പിലായിരിക്കും എല്ലാം. ഹായ് ഒഡിൻ, ഇവിടെ എന്തെടുക്കുവാ? ഇന്ന് കൂട്ടുകാരുമൊത്ത് ചുറ്റിക്കറങ്ങാൻ പോയില്ലേ? ഇല്ല, എൻ്റെ അരുവിന് വേണ്ടി നന്നാവാൻ തീരുമാനിച്ചു. അവൻ അവളെ അടിമുടി നോക്കി. ഒരു ഷോർട്ട്സും ടീഷർട്ടുമാണ് വേഷം. കാൽപാദത്തിൽ നിന്നും കണ്ണുകൾ മേലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. വൃത്തികെട്ട പട്ടി. ഛേ, ഇവൻ്റെയൊക്കെ മുന്നിൽ പ്രതികരിക്കാൻ കഴിയാതെ നിൽക്കേണ്ടി വന്നല്ലോ ദൈവമേ. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നതും ടേബിളിലിരുന്ന ഫ്ലവർ വേസ് കൈകൊണ്ട് തട്ടി. അത് നിലത്ത് വീണ് ചിന്നി ചിതറി. എഡിൻ ഞെട്ടിപ്പോയി. അരു, ഏയ് ഒന്നുമില്ല, കൈ അറിയാതെ തട്ടിയതാ. ഷോ, സൂക്ഷിക്കണ്ടേ അരു? താൻ ഇവിടെ ഇരിക്ക്, ഞാൻ ക്ലീൻ ചെയ്യാം. കയ്യിലോ കാലിലോ കുത്തും. പൊട്ടിയ പീസുകൾ പെറുക്കി മാറ്റി തറ തുടയ്ക്കുന്നവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു. എന്നെ മയക്കാൻ വന്നേക്കുവാ. പക്ഷേ മോനെ കുറുക്ക, നിനക്ക് ആളു മാറി. ഞാൻ വിരിച്ച വലയിൽ നീ വീണ് കിടക്കുവാ. അവൾ ബെഡിൽ കിടന്ന ഫോൺ എടുത്തു. കോൾ ചെയ്തു. അരുണ. മറുവശത്ത് ഡെന്നിയുടെ ശബ്ദം. തലയിലെ മുറിവ് നല്ല വേദന ഉണ്ടാകും അല്ലേ എഡിൻ? എനിക്ക് തന്നെ കാണുന്നത് വരെ ഒരു സമാധാനമില്ലായിരുന്നു. എഡിൻ അവൾക്ക് അടുത്ത് ചേർന്നിരുന്നു. വേദനയൊന്നുമില്ല, ഒരു സുഖമുള്ള നോവ്. സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പ്രണയ സമ്മാനം. ഇഷ്ടായി ഒരുപാട്. ഓ, സോ സ്വീറ്റ്. അവൻ്റെ മുറിപ്പാടിൽ പതിയെ വിരലോടിച്ചു. അരുണ, ഒരു കിസ് തന്നോട്ടെ? അവൾ വായ പൊളിച്ചു. എന്താടോ പ്ലീസ്, എന്നെ അരുവിന് ഇഷ്ടമല്ലേ? ആ, ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് വേണ്ട. നമുക്ക് ഒരു ക്യാൻഡിൽ നൈറ്റിന് പോയാലോ? അവിടെ വെച്ച്. അരുണ വരാത്ത നാണത്തെ വിളിച്ചു വരുത്തി. മതി, അത് മതി. എന്നാൽ ഞാൻ റെഡി ആവട്ടെ? അവൾ നല്ല വൃത്തിക്ക് തല കുലുക്കി. ചെല്ല്, നിന്റെ അവസാന ഓട്ടമാ. ഫോണിലേക്ക് നോക്കുമ്പോൾ കോൾ കട്ടായിരുന്നു. എന്നെ നിനക്ക് ഉമ്മിക്കണം അല്ലേ? ആവാലോ. ഇന്ന് ആ ചുണ്ടിനും തീരുമാനമായി. എല്ലാം കൂടി ചേർത്ത് ഭ്രാന്തൻ നിന്റെ മേലെ നൃത്തം ചെയ്യും. ഷോ, എനിക്ക് വയ്യ. അനി, ഇച്ച. പെണ്ണ് സന്തോഷത്തിൽ തുള്ളിച്ചാടുവാണ്. എന്താ കൊച്ചേ? കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവളെ ചേർത്ത് പിടിച്ച് വാതിൽ കുറ്റിയിട്ട് അതിൽ ചാരി നിന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുവാ എൻ്റെ ഇച്ചായൻ. ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് ഒന്നും മനസ്സിലായില്ല പൊന്ന. എന്തു മാറ്റമാ അതും എനിക്ക്. അവൾ കണ്ണുകൾ ഉയർത്തി. എന്തിനാ ഹരിയേട്ടൻ്റെ അടുത്ത് ഇരിക്കാൻ സമ്മതിച്ചേ? ഇപ്പോൾ സംശയം മാറിയില്ലേ? ഞങ്ങളുടെ മനസ്സിൽ എന്താന്ന് അറിഞ്ഞത് കൊണ്ടല്ലേ? ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഹരി, അവൻ പാവ. ഈ കുഞ്ഞു പെങ്ങളെ ചെക്കന് ജീവന. ഡെന്നിയുടെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റി പിടിച്ചു. ഡെനിജ. അവളുടെ പ്രവൃത്തിയിൽ അവൻ ചിരിച്ചു. കണ്ണുകൾ പതിവിലും കൂടുതൽ തിളങ്ങുന്നുണ്ട്. ആ വിളിയിൽ പോലും മാറ്റം. ചുണ്ടുകൾ കൂർത്തു വരുന്നു. എന്താണ് വേണ്ടത് ചോദിക്ക്? പതിയെ അവൻ പറഞ്ഞു. അരക്കെട്ടിൽ ചുറ്റി പിടിച്ച് പൊക്കിയെടുത്തു. ഇച്ചായനറിയാലോ? അറിയാം. എൻ്റെ ആനിയുടെ ഉള്ളം ആഗ്രഹിക്കുന്നത് ഈ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണം. ഷോ ഇച്ച, എന്നെ കൊണ്ട് പറ്റില്ല, പ്ലീസ്. എന്താ ആനി ഇങ്ങനെ? നിന്റെ ഡെന്നിച്ചനോടല്ലേ? ഈ ഒരു പ്രാവശ്യം പിന്നെ ചമ്മലൊന്നും വരില്ല. നിഷ ചിരിയോടെ അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി കിടന്നു. പൊന്നാ, ഉറങ്ങിയോ? എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകാനുണ്ട്. പ്രണയത്തോടെ ഡെന്നിയുടെ ചുണ്ടിൽ വിരൽ വെച്ച് തഴുകി. എവിടെ പോവായിച്ച? വേദനിപ്പിക്കാതെ ആ വിരലിൽ അവനൊന്ന് കടിച്ചു. എരിവ് വലിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ചു.
ചുണ്ടിൽ അവനെ മയക്കുന്ന പുഞ്ചിരിയുണ്ട്. കള്ളിപ്പെണ്ണെ, വേദനിച്ചില്ലല്ലോ? ഇല്ല ഇച്ചായ. വീണ്ടും അവനെ ഉണർത്താൻ പാകത്തിന് വിളിക്കുവാണ്. ഇടുപ്പിലേക്ക് അവളെ ഇരുത്തി മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചു. പിടപ്പോടെ അവൾ പിന്നിലേക്ക് വളഞ്ഞു. ഇനിയെന്നും എൻ്റെ ആനി ഇങ്ങനെ ആയാൽ മതി, ഒരുപാട് സമയം നിൻ്റെ ഒപ്പം. പക്ഷേ ഇന്നിനി പറ്റില്ല. എന്താ ഇച്ച, ഇത്ര അത്യാവശ്യ കാര്യം എന്നേക്കാൾ വലുതാണോ? അവളുടെ നോട്ടം കൂർത്തു. കുശുമ്പാണ് മുഖമാകെ. അവൻ്റെ ചുണ്ട് പെട്ടെന്ന് കവിളിലേക്ക് ചേർന്നു. ഒരുവന് സമ്മാനം കൊടുക്കാൻ പോവുക. എൻ്റെ പെണ്ണിന് മേലെ കൈവച്ചവന് ഡെന്നിയുടെ വക ക്യാൻഡിൽ നൈറ്റ്. എഡിനാണോ? എന്തേ വേണ്ടേ ആനി? ഈ ഒരു പ്രാവശ്യത്തേക്ക് കൂടി ക്ഷമിക്കണോ? വേണ്ടിച്ച, നല്ല കൊടുക്കണം. അവനെ പേടിച്ച് ചില രാത്രികൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ എൻ്റെ പ്രാണൻ പോയി. ആ കാലും കൈയും തല്ലി ഒടിച്ചേക്ക്. പിന്നെ ഇച്ചായൻ്റെ ഇഷ്ടം. കെട്ടിയോനെ തല്ലിന് വിടാൻ എന്താ ഉത്സാഹം. അവൾ വെളുക്കനെ ചിരിച്ചു. ഞാൻ ഏറ്റു. പക്ഷേ കൊട്ടേഷൻ ഏറ്റെടുത്താൽ ക്യാഷ് തരണം. കാലും കൈയും നല്ല ചിലവുണ്ട്. ആ തരാം, എത്രയെന്ന് പറഞ്ഞാൽ മതി. അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടല്ലോ. വല്യപ്പച്ചൻ എൻ്റെ ആവശ്യത്തിന് തന്നതാ. ഓഹോ, അപ്പോൾ കാശുകാരിയാണ്. അവളെ ഹെഡ് ബോർഡിൽ ചായച്ചിരുത്തി. അടിപിടി കഴിഞ്ഞു വന്നാൽ നല്ല ബോഡി പെയിൻ ഉണ്ടാവും, മാറ്റി തരണം. എങ്ങനെ? നിഷ സംശയത്തിൽ ചോദിച്ചു. അത് വന്നിട്ട് പറയാം. അവൻ വാച്ചിലേക്ക് നോക്കി. പോട്ടെ അനി. ഇച്ച ഡെന്നിയുടെ കയ്യിൽ പിടിച്ചു. അവൻ ഇരുപുരുകവും ഉയർത്തി എന്തെന്ന പോൽ. കണ്ണുകൾ നിറയുന്നു. നീ ചോദിക്കില്ല എന്ന വാശിയിലാണോ അനി? പക്ഷേ എനിക്ക് തരാതെ പോകാനാവില്ല. അതരങ്ങൾ വിടരുന്നുണ്ട്. അരക്കെട്ടിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചു. കീഴ്ചുണ്ടിനെ കടിച്ചെടുത്ത് നുണഞ്ഞു തുടങ്ങിയതും നിഷയുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ അമർന്നു. മേൽചുണ്ടിലേക്കുള്ള അവൻ്റെ യാത്രയിൽ പല്ലിനിടയിൽ അതരങ്ങൾ ഞെരിഞ്ഞു. സുഖമുള്ള നോവോടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു. നഖമുനകൾ അവൻ്റെ ഇടുപ്പിൽ ആഴ്ന്നിറങ്ങി. തൻ്റെ ചുംബനത്താൽ തളർന്നു പോയവളെ നെഞ്ചിലേക്ക് ചേർത്തു. മതിയോ? ഇനി സമയമില്ല. ബാക്കി കലാപരിപാടി കഴിഞ്ഞ് വന്നിട്ട്. എന്താ? എനിക്ക് പറ്റില്ല. അവൾ കിതയ്ക്കുന്നുണ്ട്. ഷോ, വലിയ ആഗ്രഹമായിരുന്നല്ലോ. ഇപ്പം എന്തു പറ്റി? പോയിച്ച, ഞാൻ ചെറുതാ ചോദിച്ചത്. ഇത് നിരാഹാരം കിടന്നിട്ട് വന്നതുപോലെ. ദുഷ്ടൻ അനി. അതെ, ബോഡി പെയിൻ മറക്കണ്ട. നല്ല പുളിയിലിട്ട് ചൂടുവെള്ളം ആക്കി തരാം. കുളിച്ച് കുഴമ്പ് ഇട്ട് റെസ്റ്റ് എടുത്താൽ മാറും. ഡെന്നി എഴുന്നേറ്റു. നിന്റെ ഒരു പുളിയില. ഒന്ന് പോടി. പ്രസവം കഴിഞ്ഞ് കിടക്കുമ്പോൾ നീ തന്നെ ആ വെള്ളത്തിൽ കുളിച്ചോ. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തോളാം. അതിന് നിന്റെ അനുവാദം വേണ്ട. അവൻ ഷർട്ടിൻ്റെ സ്ലീവ് മുട്ടറ്റം വരെ തെരുത്ത് കയറ്റി. ഡെന്നിച്ച പിന്നിൽ നിന്നും അവൾ കെട്ടിപ്പിടിച്ചു. എന്താ കൊച്ചേ? സൂക്ഷിക്കണം. അങ്ങോട്ട് കൊടുത്താൽ മതി, ഇങ്ങോട്ട് വാങ്ങണ്ട. ശരി എൻ്റെ പൊന്ന്, സുഖമായി ഉറങ്ങിക്കോ. നാളെ രാവിലെ നല്ലൊരു വാർത്തയുണ്ടാകും. ഡെന്നിയുടെ കാറ് സ്റ്റാർട്ടായി. അവൾ പ്രാർത്ഥനാ റൂമിലേക്ക് കയറി. മുട്ടുകുത്തി കൈകൾ കൂപ്പി. എൻ്റെ ഇച്ചായന് ആപത്തൊന്നും വരുത്തരുത്. അവന് തക്ക ശിക്ഷ കൊടുക്കണം. എന്നെ ഉപദ്രവിച്ചവനാ. പഴയ ഓർമ്മയിൽ ചുണ്ടുകൾ വിതുമ്പി. ഒരു ടേബിളിൽ ഇരു സൈഡിലായി പരസ്പരം നോക്കിയിരുന്നു. ദൈവമേ, എൻ്റെ തലവിധി. ഹരി ആയിരുന്നേൽ ഞാൻ എന്തേലുമൊക്കെ ചെയ്തു പോയേനെ. ഇതിപ്പോ അരു, എന്താ ഒന്നും മിണ്ടാത്തേ? എൻ്റെ കണ്ണിലേക്ക് നോക്കിയേ. ഓ പിശാച്, ചോര ഊറ്റി കുടിച്ചതും പോരാ. അരുണ പിറുപിറുത്തു. അവനെ നോക്കി പല്ല് 32 വെളിയിലേക്കിട്ടു. മുല്ലമുട്ട് പോലുള്ള പല്ല്, എന്തു ഭംഗിയാ. പിന്നെയും എന്തൊക്കെയോ അവൻ പറയുന്നുണ്ട്. ഈ പുകഴ്ത്തലിൽ ഞാൻ വീണു എന്ന് കരുതിയിരിക്കുവാണ്. നിന്റെ കുഴി തോണ്ടി വെച്ചിരിക്കുവാടാ. പൊന്നുമോൻ നിമിഷങ്ങൾക്കകം 4 കാലിൽ വീഴും. അവളുടെ കയ്യിൽ വിരൽ കൊരുത്തു പിടിച്ചു. ലവ് യു അരു. വിരലിൽ ചുംബിക്കാനൊരുങ്ങിയതും അരുണയുടെ മുഖം വലിഞ്ഞു മുറുകി. ചെകിട് നോക്കി ഒന്ന് കൊടുത്താലോ? പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. എഡിൻ ഹോസ്പിറ്റലിൽ നിന്നാ. ജസ്റ്റ് എ സെക്കൻഡ്. കോൾ അറ്റൻഡ് ചെയ്തു. പെട്ടെന്ന് ഇറങ്ങ്. ഇനി അവിടെ ഇരിക്കണ്ട. ഓക്കെ അല്ലേ അരുണ? ആ ദേ ഇപ്പം എത്താം സാർ. കോൾ കട്ട് ചെയ്ത് ദയനീയമായി എഡിനെ നോക്കി. സോറി, ഹോസ്പിറ്റലിൽ എത്താൻ ഒരു അർജൻറ്റ് കേസ്. പോയേ പറ്റൂ. അരു. അവൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൾ തിരിഞ്ഞു നടന്നു. തീർന്നു മോനെ, നിന്റെ കാലൻ പുറത്തുണ്ട്. കാറിൽ ചാരി നിൽക്കുന്നവനെ കണ്ട് അരികിലേക്ക് ചെന്നു. ഡെന്നി. എന്താടി? ചെറിയ ഡോസ് കൊടുത്താൽ മതിയടാ. ചെക്കൻ താങ്ങത്തില്ല. അത് എൻ്റെ ആ സമയത്തെ രീതി പോലെ ഇരിക്കും. ശരിയെന്നാ, ഞാൻ പോട്ടെ. നിൽക്കരുണ, 9 മണിയായി. ഈ സമയത്ത് ടാക്സി വേണ്ട. കുറച്ചു നേരം വെയിറ്റ് ചെയ്. നിന്റെ സാരഥി ഇപ്പോൾ വരും.
ആരാടാ? മുന്നിൽ ഒരു കാറ് നിർത്തി ഹരി ഇറങ്ങി. അരുണ ചിരിച്ചു. ഞാൻ ലേറ്റായോ ഡെന്നി? ഏയ് ഇല്ല ഹരി, ദേ അരുണയെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഹരി അവനെ അടിമുടി നോക്കി. എന്താ ഗുണ്ടകളെ പോലെ നിൽക്കുന്നേ? ഡോക്ടറുടെ സ്റ്റൈല് ഇതല്ലല്ലോ. അതൊക്കെ പറയാം, ഇപ്പൊ പോയിക്കോ. ബായ് അരു. അവൾ സൈഡ് വിൻഡോയിൽ കൂടി കൈ പുറത്തേക്കിട്ടു. ഡെന്നിയുടെ ചൂണ്ടുവിരലിൽ പിടിമുറുക്കി. താങ്ക്സ് ഡാ, എനിക്ക് വേണ്ടി ഇഷ്ടമല്ലേൽ കൂടി ആ വൃത്തികെട്ടവൻ്റെ നോട്ടം സഹിച്ചതല്ലേ? അപ്പോൾ എൻ്റെ കുട്ടി ഇത്തിരി സന്തോഷിക്ക്. കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ അരുണയുടെ കണ്ണുകൾ അവനെ തേടി ചെല്ലാൻ തുടങ്ങി. ഹരിസാറ് മൗനവ്രതത്തിലാണോ? ഏയ് അല്ല. എന്താ സംസാരിക്കുക? നമ്മൾ ഇന്ന് പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അവൾ സീറ്റിലേക്ക് ചാരി കിടന്നു. അരികിൽ തൻ്റെ പ്രണയമാണ്. ഇഷ്ടമാണെന്ന് എങ്ങനെ പറയും? എന്നെ സ്വീകരിക്കൂ. നിഷയെ സഹോദരിയായി കാണുന്നവൻ എന്തുകൊണ്ടാ വിവാഹം വേണ്ടാന്ന് പറയുന്നത്? അരുണ ഇവിടെ ഏത് ഹോസ്പിറ്റലിലാ വർക്ക് ചെയ്യുന്നേ? ഹരി ചോദിച്ചു. ദൈവമേ, പെട്ട്. സിറ്റി മെഡിക്കെയർ. പെട്ടെന്ന് പറഞ്ഞു. അമ്മയെ ചെക്കപ്പിന് കൊണ്ടുവരുന്നത് അവിടെയാ. ദേവിയമ്മയ്ക്ക് എന്താ? ഏയ് വലിയ പ്രശ്നമൊന്നുമില്ല. BP ഉണ്ട്. ആളിടയ്ക്ക് എന്നോട് പിണങ്ങി ഗുളിക കഴിക്കില്ല, അല്ലേൽ മറക്കും. ഹരി എന്തിനാ അമ്മയോട് പിണങ്ങുന്നേ? പാവമല്ലേ? അരികിലുള്ളപ്പോൾ അവരുടെ വില നമ്മൾ അറിയില്ല. ചുമ്മാതാടോ. 1 മണിക്കൂറിൽ കൂടുതൽ അമ്മയോട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ദേവിക്കുട്ടി കാര്യം സാധിക്കാൻ 1 ദിവസം വരെ സമരം ഇരിക്കും. ഹരിസാറിൻ്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അമ്മ. അരുണയുടെ അമ്മയും അച്ഛനും എവിടെയാ? എന്തു ചെയ്യുന്നു? അവൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തല ചരിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ദേവിയമ്മയെ എനിക്ക് കൂടി തരുമോയെന്ന് ഒരു ദിവസം ഞാൻ ചോദിക്കും ഹരി. എങ്ങനെയും എൻ്റെ വരുതിക്ക് കൊണ്ടുവന്നതാ. എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു. ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല. എഡിൻ ദേഷ്യത്തോടെ ബുള്ളറ്റിൻ്റെ വേഗത കൂട്ടി. വിജനമായ പാത. ഒരുവൻ റോഡിന് നടുവിൽ കയറി നിൽക്കുന്നു. ഏത് മോനാടാ? ചാവാൻ നിനക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ലേ? ബ്രേക്കിൽ അമർത്തി ചവിട്ടിക്കൊണ്ട് എഡിൻ ഉറക്കെ ചോദിച്ചു. നിനക്ക് വേണ്ടി നിന്നതാടാ. വലത് കാലുയർത്തി വീശിയതും ബുള്ളറ്റോടു കൂടി അവൻ മറിഞ്ഞു വീണു. കാൽ വണ്ടിക്ക് അടിയിൽപ്പെട്ടതും വേദനയിൽ എഡിൻ ഉറക്കെ അലറി. കുരയ്ക്കാതടാ, ഇന്ന് നിന്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കും ഞാൻ. എഡിനെ വലിച്ച് പൊക്കിയെടുത്തു. കൈമുഷ്ടി ചുരുട്ടി പിടിച്ച് അടിവയറ്റിൽ പഞ്ച് ചെയ്തതും അവൻ കൂനിപ്പോയി. നീ ആരാ? എന്തിനാ എന്നെ? നിനക്ക് ആള് മാറിയതാ? ഷോ, നീ എഡിൻ തന്നെയല്ലേ? ക്യാൻഡിൽ നൈറ്റ് പൊളിഞ്ഞു പോയി അല്ലേ? എഡിൻ്റെ കണ്ണുകൾ എതിരെ നിൽക്കുന്നവൻ്റെ മുഖത്തുടക്കി. സ്കാർഫ് വെച്ച് മുഖം മറച്ചിട്ടുണ്ട്. ഹൂഡിയോട് കൂടിയ ജാക്കറ്റ്. കണ്ണ് മാത്രം കാണാം. അവൻ കൈ ഉയർത്തിയതും ഡെന്നി ആ കൈയിൽ തടസ്സം പോലെ പിടിച്ചു. പിന്നിലേക്ക് തിരികി. വേദനയിൽ അവൻ പുളഞ്ഞു. എൻ്റെ ശരീരത്തിൽ നിന്റെ കൈ പതിക്കില്ലാന്ന് വീട്ടിലൊരുവൾക്ക് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നത്. അതെനിക്ക് പാലിക്കണം. തുടരെയുള്ള അടിയും ഇടിയും. എഡിൻ തളർച്ചയോടെ നിലത്തേക്ക് വീണു. ഇത് ലാസ്റ്റാണ്. ഇനി എനിക്ക് വയ്യ. മേടിക്കാൻ നിനക്കും കഴിയില്ല. തൂക്കിയെടുത്ത് അവൻ്റെ താടിയെല്ലിൽ ഇടിച്ചതും പല്ലും ചുണ്ടും കൊരുത്തു. ബോധം നഷ്ടപ്പെട്ട് ഡെന്നിയുടെ നെഞ്ചിലേക്ക് മറിഞ്ഞു വീണു. ഷോ, പാവം. അനിയനാണല്ലോ എന്ന് കരുതി വെറുതെ വിട്ടതാ. പക്ഷേ എൻ്റെ പെണ്ണിനെ നീ. പിന്നെ ഞാൻ എങ്ങനെ സഹിക്കും? ഭ്രാന്ത് അത് വരും ഡെന്നിക്ക്. ഉമ്മ കൊടുക്കാനുള്ള നിന്റെ മോഹം ഇതോടുകൂടി തീരും. അയ്യോ, എൻ്റെ കുഞ്ഞിന് എന്നാ പറ്റി കർത്താവേ? സൂസൻ്റെ നിലവിളി കേട്ടാണ് നിഷ കണ്ണ് തുറന്നത്. ഇച്ചായൻ വന്ന് കാണുമോ? അവൾ ഓടിച്ചെന്ന് ഡോർ തുറന്നു. ഹാളിൽ എല്ലാവരുമുണ്ട്. ഡെന്നി മാത്രമില്ല. എന്താ വല്യമ്മച്ചി? നിഷ ചോദിച്ചു. ഒന്നും പറയണ്ട മോളെ. എഡിൻ ഹോസ്പിറ്റലിലാ. അടിപിടിയായി കാണും. വെളിവില്ലല്ലോ. ആരോ നന്നായിട്ട് കൊടുത്തു. ഡെന്നി ഇങ്ങോട്ട് വരുന്ന വഴി ഇവൻ റോഡിൽ കിടക്കുമായിരുന്നു. കൊച്ചൻ തൂക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ബ്ലഡ് കുറേ നഷ്ടപ്പെട്ടു. മോന ബ്ലഡ് കൊടുത്തത്. ഇപ്പോൾ ICUവിലാ. നിഷ പേടിയോടെ നിൽക്കുവാണ്. ശരീരം തളരുന്നു. അരുണ അവളുടെ തോളിൽ തട്ടി. വാ. അവളെ ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കയറി. ചേച്ചി, എൻ്റെ ഇച്ചായൻ ദാ അവൻ ലൈനിലുണ്ട്, സംസാരിക്ക്. കുറുമ്പി. ഉറക്കെ അവൻ്റെ ചിരിയാണ് കേൾക്കുന്നത്. ഡെന്നിച്ച. ഓ, ഇച്ചായൻ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾക്ക് കൊടുത്താ ശീലം. ഹാപ്പി അല്ലേ? ആ, എനിക്കൊന്ന് കാണണം. അരുണ ചിരിക്കുന്നുണ്ട്. നാളെ കാണാട്ടോ. പിന്നെ എനിക്ക് കാശ് വേണ്ട, പകരം മറ്റെന്തേലും തരണം. വാക്ക് പാലിക്കണം കേട്ടോ ആനിക്കൊച്ചേ.
എന്താ വേണ്ടേ? തരാം. മതി. ഇപ്പോൾ എൻ്റെ മോള് സുഖമായി കിടന്നുറങ്ങിക്കോ. കോൾ കട്ടായി. നീ ഭാഗ്യം ചെയ്തവൾ അനിഷ. ഈ കുഞ്ഞിപ്പെണ്ണിന് വേണ്ടി ആ ചെക്കൻ എന്തും ചെയ്യും. ഇത് വല്ലാത്തൊരു പ്രണയമാണ്. ചേച്ചി വിഷമിക്കേണ്ട. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം എൻ്റെ അരുണേച്ചിയെ സ്നേഹിക്കാൻ ഇച്ഛായനെ പോലെ ഒരു ചേട്ടൻ വരണേന്ന്. ഓ താങ്ക്സ്. നിന്നെ ഞാൻ ഒരു പൂച്ചക്കുഞ്ഞാക്കും ഹരികൃഷ്ണൻ. കാത്തിരുന്നു.